ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ കറങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ. സമയം ഒരു 10:30-11 മണിയായി കാണും. അപ്പൊ ഞങ്ങൾ എപ്പോഴും വരെ നടക്കാൻ നമ്മുടെ സ്ഥിര സ്പോട്ടായി വി പാർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് വന്ന കട ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. രണ്ടു മൂന്ന് കുഞ്ഞു വർത്താനങ്ങളൊക്കെ പറയാന്ന് കരുതി ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ കുഞ്ഞുമണി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചാടി കളിക്കുക നടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത് വീഡിയോ എടുക്കുന്നതിന്റെ ഷോ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. തിരിഞ്ഞോക്കി പോവാണ് പുള്ളിക്കാരി. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എന്റെ വി പാർക്ക് കാണാൻ. അതെന്താണെന്നറിയാവോ, ഇത് നല്ല മൂണൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ദേ ചേട്ടായി മോളും ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴത്തേം പോലെ തന്നെ നിങ്ങൾക്ക് മുന്നേ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഇവരുടെ സ്ഥിരം പരിപാടി ആയിരുന്നു. അങ്ങനെ ദേ അച്ഛനും മോളും ദേ ഇവിടെ വണ്ടി പിടിച്ച് കളിക്കാണ് കേട്ടോ. ഇപ്പൊ പഴയ പോലെ അല്ലേ, ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുതിയതായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുന്നേ ഇതൊന്നും ഇല്ലായിരുന്നു. ഇതെന്തായാലും നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിള്ളേർക്കും കളിക്കാമല്ലോ അപ്പോഴത്തേക്കും. അപ്പൊ ഇവിടെ വന്നിട്ടേക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന 2-3 പേരെ കണ്ടായിരുന്നു. അപ്പൊ പിള്ളേർ കുഞ്ഞുമണീനെ അതിനകത്തോട്ട് കളിക്കാൻ വിളിച്ചോണ്ട്. കുഞ്ഞുമണിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അതിനകത്ത് ഞങ്ങൾ കേൾക്കാനൊന്നും നിന്നില്ല. പിന്നെ കുറച്ച് നേരം നീണ്ട കുഞ്ഞുമണി ഇവിടെ അവിടെ കളിക്കുന്നതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ചേട്ടന്മാരെയൊക്കെ. അപ്പൊ ആരെങ്കിലും കണ്ടാൽ പറയാം ചേട്ടാ ചേട്ടാ എന്നൊക്കെ വിളിച്ചോണ്ട് പുറകെ പോകും കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്നോളൂ. അങ്ങനെ കുറെ നേരം അങ്ങോട്ടും കൂടെ നടക്കുമായിരുന്നു കേട്ടോ കുഞ്ഞുമണി. അങ്ങനെ കുറച്ച് നേരം നടന്നതിന് ശേഷം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വന്നു കേട്ടോ. ചേട്ടായിക്ക് വാങ്ങിച്ച ഐസ്ക്രീം ആണ് കേട്ടോ. ചേട്ടായി കോൺ ഐസ്ക്രീം ആണ് എടുത്തത്. അത് അവിടെ നിന്ന് കഴിക്കലാക്കി. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഈ ബെറി ക്രീം എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് ഒട്ടും കൊള്ളതിൽ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. ചേട്ടായിക്ക് ഇഷ്ടമായി. പിന്നെ ചേട്ടായിയുടെ ആയിരിക്കുന്ന ഐസ്ക്രീം ഞാനും കഴിച്ചു കേട്ടോ. ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ട് അവളുടെ ഐസ്ക്രീം ഒന്ന് നീട്ടി തരുവാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് പിന്നെ ഒരു 1 മണി കാണും കേട്ടോ നിർത്തിയപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമണിക്ക് ഇവിടുന്ന് പോരാനേ മനസ്സുണ്ടായില്ല. കുഞ്ഞുമണിക്ക് പിന്നെയും നിന്ന് കളിക്കണമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് കുഞ്ഞുമണി ബാ അച്ഛേ അതിനകത്തോട്ട് കയറാന്ന് പറഞ്ഞത്. അച്ഛനും മോളും കൂടെ ദേ ഈ ലൈറ്റ് എത്തുന്നതിനകത്ത് കയറാൻ പോയി കേട്ടോ. അച്ഛേ ബാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാണ് കേട്ടോ ഇവിടെ പുള്ളിക്കാരി. അങ്ങനെ ദേ ചേട്ടായി മോളും കൂടെ ദേ ഇവിടെ കാണിക്കുന്നതാണ്. ഇവിടെ കറയും കളിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഈ ലൈറ്റ് എത്തുന്നേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരിവിടെ ഡാൻസ് ഒക്കെ കളിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയ അച്ഛയും മോളും ആണ് കേട്ടോ. അവിടെ കിടന്ന് അങ്ങോട്ടും നടക്കുന്നു ഇങ്ങോട്ടും നടക്കുന്ന ലൈറ്റ് കാണുന്നു, അവിടെ നിന്ന് കൊട്ടുന്നു. കൊച്ചിന്റെ താത്തിനകത്ത് തുള്ളിക്കോളും കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. ആ സമയങ്ങളിൽ ഞാൻ അങ്ങോട്ട് കുറച്ച് പേരെയൊക്കെ വാങ്ങി നോക്കി കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഒരു ഇറങ്ങിയപ്പോഴത്തേക്കും ജ്യൂസ് കുടിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി റൗണ്ടിൻ്റെ അടുത്ത് പോയിട്ടോ. പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ ചേട്ടായുടെ ഹെൽമെറ്റ് ഇളകി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഇടിച്ച് കുഞ്ഞുമണിക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ പുള്ളിക്കാരി ഓക്കെ കേട്ടോ. പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ജ്യൂസ് വാങ്ങാൻ പോയിട്ടോ. ജ്യൂസ് പാഴ്സലാണ് അമ്മയ്ക്കും വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പാഴ്സൽ പറഞ്ഞിട്ട് നിൽക്കുന്ന സമയം കൊടുത്തു കുഞ്ഞുമണി ദേ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കളിക്കുന്ന കേട്ടോ. പിന്നെ ഇവിടെ അച്ഛനും മോളും കൂടി ഇരുന്ന് സാധകം ചെയ്യുമായിരുന്നു. അപ്പൊ ഇതായിരുന്നു കേട്ടോ അച്ഛനും മോളും കൂടെ പാട്ട് പാടി സാധകം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടിക്കാർക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ പറയുന്നേ ഉള്ളൂ, ആരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ചെയ്യുമ്മ.